എന്നോട് പലരും കുറച്ച് ദിവസമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഞാനിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പാർട്ടിയെ തന്നെ ഞാൻ വിമർശിച്ച് ഇപ്പോൾ വീഡിയോസ് ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ വിമർശിച്ച് കമന്റ് ഇടുന്നുണ്ടല്ലോ എന്നെല്ലാം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അമ്പലപ്പുഴ MLA H സലാമിന്റെ ഏത് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ H സലാമിനെ പൊക്കി എവിടെയെങ്കിലും പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനെല്ലാം താഴത്ത് ഞാൻ എന്റേതായിട്ടുള്ള കമന്റുകൾ ഞാൻ രേഖപ്പെടുത്തുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, എന്റെ ലൈഫിൽ വന്ന അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കമന്റ് രേഖപ്പെടുത്തുന്നത്. അപ്പം അതിന് ഒരുപാട് പേർക്ക് അമർഷമുണ്ട്. ആ കമന്റിനാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ചൊറിയുന്നൊക്കെ ഉണ്ട്. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിലുള്ള ഞാൻ ഇടുന്ന കമന്റിന് ലൈക്ക് വരുന്നുണ്ട്. അപ്പം ആ ലൈക്ക് വരുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അത്രയും പേര് ഞാൻ പറഞ്ഞ സെയിം ആശയം, ഈ സലാമിനെതിരെ ഞാൻ ഉന്നയിച്ച ആശയങ്ങൾ സത്യമായതുകൊണ്ടല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇപ്പം എന്റെ വീഡിയോ കാണുന്ന എന്റെ സുഹൃത്തുക്കളുണ്ട്, അവരോടും കൂടിയായിട്ടാണ് പറയാനുള്ളത്. ഞാനിപ്പോ പാർട്ടിക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്റെ തലച്ചോ എന്റെ മനസ്സോ ഞാൻ എവിടെ അടിയറവ് വെച്ചിട്ടില്ല. എനിക്ക് തോന്നുന്ന അല്ലെങ്കിൽ എനിക്ക് പറയണമെന്ന് തോന്നുന്ന നിലപാടുകൾ ഞാൻ പറയും. അത് പാർട്ടി മാത്രം നോക്കിയല്ല പറയുന്നത്. കാരണം പാർട്ടിയോ പാർട്ടിക്കാരോ അല്ല എനിക്കിപ്പോ ചെലവിന് തരുന്നത്. അല്ല ഞാൻ പ്രവർത്തിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നാണെങ്കിൽ 1 രൂപയുടെ നേട്ടവും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ആവശ്യം വന്നപ്പോഴത്തേക്ക്, ഒരു സഹായം ചോദിച്ചപ്പോഴത്തേക്ക് ഈ പറയുന്ന രീതിയിൽ ഈ പറഞ്ഞ MLA പോലും ഒരു സഹായത്തിന് വന്നിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്ന എനിക്ക് വിമർശനങ്ങൾ പറയാം അല്ലെ, എന്ന് വെച്ചാൽ വേറൊരു പാർട്ടിയോട് പുലർത്തുക അല്ലെന്നുണ്ടെങ്കിൽ ചാഞ്ചാടുക ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം ശരിയല്ലെന്ന് തോന്നുന്ന ഒരു കാര്യം എനിക്ക് പറയാനുള്ള അവകാശം എനിക്കുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യമാണ്, ഇപ്പം നമ്മുടെ ഈ വികസന സന്ദേശ ജാഥ എല്ലായിടത്തും പോകുന്നുണ്ട്. ഈ വികസന സന്ദേശ ജാഥ എന്ന് പറയുന്ന ആശയത്തോട് തന്നെ എനിക്കൊരു വിയോജിപ്പുണ്ട്. അത് വേറെ ഒന്നുമല്ല, വികസന സന്ദേശം എന്നുള്ളത് ജനങ്ങള് നമ്മൾ പോയി പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കേണ്ട കാര്യമല്ല. നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ നിന്നും നമ്മുടെ സിസ്റ്റത്തിൽ നിന്നും മനസ്സിലാക്കി എടുക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അവനെ സന്ദേശമായിട്ട് കൊടുത്തല്ലത് മനസ്സിലാക്കേണ്ടത്, അവൻ കണ്ടുകൊണ്ട് തിരിച്ചറിയേണ്ട ഒരു സംഭവമാണ്. അത് തിരിച്ചറിയാത്തത് കൊണ്ടായിരിക്കണമല്ലോ ഈ സന്ദേശം ജാഥയായിട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഈ 10 വർഷങ്ങൾ കൊണ്ട് നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ വികസനമാണെന്നുണ്ടെങ്കിലും വന്നിട്ടില്ലെന്നല്ല, നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഈ വികസനത്തിന്റെ പുറകിൽ തന്നെ ഒരുപാട് വിമർശനങ്ങളും വന്നിട്ടുണ്ട്. ആ വിമർശനങ്ങളിൽ തന്നെ പലതും സത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അങ്ങനെ തന്നെ ഒരു ഭരണവിരുദ്ധ വികാരം തന്നെ ഇവിടെ നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. ഇപ്പൊ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെയൊക്കെ നമ്മൾ ഹൃദയത്തിൽ കൊണ്ട് നടന്നത് കോവിഡ് വന്ന സമയത്താണെന്നുണ്ടെങ്കിലും ശരി, പുള്ളി ജനങ്ങളോട് ചെയ്ത പ്രവർത്തികളും എന്തിനു പറയുന്നത്, തെരുവുപട്ടിക്കും കാട്ടിലെ കുരങ്ങന്മാർക്ക് വരെ ഭക്ഷണം കിട്ടുന്ന രീതിയിൽ പുള്ളി അറേഞ്ച് ചെയ്ത ഓരോ കാര്യങ്ങളുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോഴത്തേക്ക് നമുക്ക് പുള്ളിയോട് നല്ല രീതിയിൽ ബഹുമാനം തോന്നിപ്പോകുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടൊരു ന്യൂസിൽ, ഞാൻ ആ ന്യൂസ് ഇപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം. അപ്പൊ ആ ന്യൂസിൽ കണ്ടെനിക്ക് സങ്കടം വന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം ആ ന്യൂസ് ഒന്ന് കണ്ടു നോക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ KSRTCയിൽ സർക്കാർ പരസ്യം മാത്രം, എക്സ്ക്ലൂസീവ് പരസ്യം കിട്ടും. 3 മാസത്തേക്ക് എല്ലാ ബസ്സും PRD വാടകയ്ക്ക് എടുത്തിരിക്കുന്നു. 3000 ബസ്സുകളാണ് പരസ്യത്തിനായി ബുക്ക് ചെയ്തത്. ഒരു ബസ്സിന് 10,000 രൂപ വീതം വാടക നൽകും. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ സർക്കാർ പരസ്യത്തിന് ഇറങ്ങുകയാണ്. പരസ്യത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത് KSRTC ബസ്സുകളുടെ ചുമരുകളാണ്. ഇനി കേരളത്തിലെ നിരത്തുകളിലൂടെ പായുന്ന KSRTC ബസ്സുകളിലെല്ലാം സർക്കാരിന്റെ വാഴ്ത്തിപ്പാടലുകളായിരിക്കും അല്ലേ? ഉറപ്പായും നമുക്ക് അങ്ങനെ തന്നെ കണക്കാക്കാം. ഞാനിപ്പോൾ അതൊന്ന് പരിശോധിക്കാനായി തിരുവനന്തപുരം തമ്പാനൂർ ബസ് ഡിപ്പോയിൽ എത്തിയതാണ്. കാണാം, ഒന്നായി തുടരാം നവകേരളത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ ഒരു ചിത്രമുണ്ട്. എല്ലാ പോസ്റ്ററിലും മുഖ്യമന്ത്രിയുടെ ചിത്രം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് റോഡെല്ലാം റെഡിയായി, മികച്ച റോഡുകൾ ഉണ്ടായ 10 വർഷം എന്നുള്ള ബോർഡാണ്. ഏതായാലും KSRTC ബസ്സുകളിൽ പരസ്യം സ്ഥാപിക്കാൻ കഴിയുന്ന, പരസ്യം ഒട്ടിക്കാൻ കഴിയുന്ന 3000 ബസ്സുകളും ഇപ്പോൾ PRD വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ്. ഇവിടെ മറ്റൊരു പരസ്യം, മാലിന്യ സംസ്കരണത്തിന് ലോക മാതൃകയായ 10 വർഷങ്ങൾ. ഒന്ന് ക്യാമറ മുന്നോട്ട് വന്നാൽ ഇവിടെ കാണുന്ന ഏകദേശം എല്ലാ ബസ്സിലും പരസ്യങ്ങൾ ഇതിനോടകം ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ മറ്റൊരു പരസ്യം, അന്നം കിട്ടാത്തവരില്ല, മുടങ്ങാത്ത റേഷൻ, അതിദരിദ്രരില്ലാത്ത നാട്. അവിടെയും മുഖ്യമന്ത്രിയുടെ ചിത്രമുണ്ട്. മറ്റൊരു വശത്തേക്ക് പോയാൽ അടുത്ത ബസ്സിലും കടലെടുക്കാത്ത ഉറപ്പ്, മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസ പദ്ധതിയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പരസ്യമാണ് കാണുന്നത്. അതിലും മുഖ്യമന്ത്രിയുടെ ചിത്രമുണ്ട്. ഏതായാലും 3 മാസത്തേക്ക് എല്ലാ ബസ്സും വാടകയ്ക്ക് എടുത്തിരിക്കുന്നു. 3000 ബസ്സുകൾ പരസ്യത്തിനായി ഉപയോഗിക്കും. ഒരു ബസ്സിന് 10,000 രൂപ വീതം PRD വാടക നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് അരുൺകുമാർ, ബസ്സിലെ ഈ പരസ്യങ്ങൾ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് എന്നൊക്കെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഏതായാലും ബസ്സിലെ ഈ പരസ്യങ്ങൾക്ക് മാത്രമായി 3 കോടി രൂപയാണ് സർക്കാർ ചെലവാക്കുന്നത് എന്ന് ചുരുക്കം. ഇതിനോടകം തന്നെ പല ഭാഗങ്ങളിലും വലിയ ഫ്ലെക്സ് ബോർഡുകളൊക്കെ പല ഭാഗങ്ങളിൽ, റോഡിന്റെ പല ഭാഗങ്ങളിലൊക്കെ ഉയർന്നിട്ടുണ്ട്. ഇതേ വാചകങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒന്നായി തുടരാം എന്നുള്ളതാണ് നവകേരളത്തിലേക്ക് എന്ന മുഖ്യമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടുത്തിയ ഈ പരസ്യമാണ് എല്ലാ ബസ്സുകളിലും ഒട്ടിക്കാൻ പോകുന്നത്. KSRTCയുടെ വലിയ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്സുകളിലൊന്നും ഒട്ടിക്കില്ല. സാധാ ഒട്ടിക്കാൻ കഴിയുന്ന എല്ലാ ബസ്സും PRD ബുക്ക് ചെയ്യും. ആ ന്യൂസിൽ കണ്ട സങ്കടം എന്ന് പറഞ്ഞാൽ, നമ്മുടെ KSRTC ബസ് എല്ലാം 3 മാസത്തേക്ക് ഏതാണ്ട് 30,000 ബസ് എന്തോ എടുത്തിട്ടുണ്ട്. അപ്പം അത്രയും ബസ്സുകൾ എടുത്ത് 10,000 രൂപ റെന്റ് വെച്ച് എടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ കാൽക്കുലേറ്റ് നോക്കുമ്പോഴത്തേക്കും ഏകദേശം 3 കോടി രൂപ എടുത്ത് വരുന്നുണ്ട് ഒരു മാസം. അങ്ങനെ നോക്കുവാണെങ്കിൽ 3 മാസത്തേക്കാണ് എടുത്തിരിക്കുന്നത്.
3 മാസത്തേക്ക് ഇതിന്റെ റെന്റ് 9 കോടി രൂപ എടുത്ത് വരുന്നുണ്ട്. ഈ 9 കോടി രൂപ മുടക്കി സർക്കാരിന്റെ വികസന നേട്ടങ്ങളെ ബസ്സിന്റെ പുറകിൽ നമ്മൾ ഒട്ടിച്ചു വെച്ചാ വിടുന്നത്. ഈ പറയുന്ന ഓരോരോ കാര്യങ്ങൾ ചെയ്തതിന്റെ ഈ പ്ലക്കാർഡൊക്കെ പോലെ അല്ലെങ്കിൽ അതിന്റെ കമന്റുകൾ ബസ്സിൽ ഒട്ടിച്ചു വിടുകയോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും രൂപ ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടില് എന്താ സത്യം പറഞ്ഞ് ആക്സിഡന്റ് നടന്നത് സ്റ്റിക്കർ മാറ്റിയതുകൊണ്ടാണ്, കളർ പെയിന്റ് അടിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞൊരു നാടാണ്. അപ്പൊ ആ നാട്ടിൽ നമ്മൾ ഓടുന്ന ഒരു പൊതുഗതാഗതത്തിൽ ഈ പറയുന്ന രീതിയിൽ ഒട്ടിച്ച് നാട്ടുകാരെ അറിയിക്കുന്ന രീതിയിലോട്ട് പോവുക. എന്തിനാ അതിന്റെ ആവശ്യം? ഈ പൈസ, ഈ 9 കോടി രൂപ ജനങ്ങളുടെ അല്ലേ പോകുന്നത്? അല്ലെങ്കിൽ ആ 9 കോടി രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര സാധാരണക്കാർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാവുന്ന കാര്യമാണ്. അത് ചുമ്മാ ഇങ്ങനെ വകമാറ്റി ഇങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് മോശമായിട്ടുള്ളൊരു കാര്യമല്ലേ? എല്ലാവരുടെയും കാശല്ലേ, എല്ലാവരും തുപ്പുന്നതിനും തൂറുന്നതിനും വരെ ടാക്സ് കൊടുക്കുന്ന കാശല്ലേ? അപ്പൊ അതെടുത്ത് എന്തൊക്കെ തരത്തിലുള്ള നമ്മുടെ നാടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റും. കാരണം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഞാൻ ഒത്തിരി കണ്ടിട്ടുള്ളത്. കാരണം നമ്മളൊരു മിഡിൽ ക്ലാസ് ആയതുകൊണ്ട് നമ്മളുടെ ഒപ്പം നിൽക്കുന്നവരും നമ്മുടെ താഴെ നിൽക്കുന്നവരുടെ സങ്കടങ്ങൾ നമ്മൾ നല്ലതുപോലെ കാണുന്നതാണ്. ഒരു ജനപ്രതിനിധിയും അവനൊന്നും ഒന്നും ഉണ്ടാക്കി കൊടുക്കാത്തതും നല്ലതുപോലെ കണ്ടിട്ടുള്ളതാണ്. മാറി മാറി സർക്കാർ വന്ന് അല്ലെങ്കിൽ മാറി മാറി പഞ്ചായത്ത് ഭരണം വരെ മാറി മാറി വന്നു പോകുമ്പോൾ അവനൊന്നും മാറ്റുന്നില്ല. ഈ പറയുന്ന രീതിയിൽ അതിദരിദ്രർ ഇല്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ പോലും എനിക്ക് തന്നെ കാണിച്ചു തരാൻ പറ്റും 3 അതിദരിദ്രരുടെ കാടുള്ള വീട് ഞങ്ങളുടെ ഈ മണ്ഡലത്തിൽ തന്നെ എനിക്കറിയാവുന്നത്, എനിക്ക് പേഴ്സണലി അറിയാവുന്നത്. ഞാൻ അവരുടെ പേരെടുത്തൊന്നും പറഞ്ഞൊന്നും അവരെ അപമാനിക്കുന്നൊന്നുമില്ല. അപ്പം ഈ പറയുന്ന ക്യാഷ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പരസ്യത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ള കാര്യത്തിന് വേണ്ടി ഇത്രയും രൂപ ചെലവാക്കുന്നത് ശരിയായിട്ടുള്ള നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അത് എൻ്റെ ഒരു വിമർശനമായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രതിഷേധം പോലെ ഞാനത് രേഖപ്പെടുത്തുന്നു.